ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൈസൂർ പോവാണ്, വൺ ഡേ ട്രിപ്പായിട്ട്. അതെ, പെട്ടെന്നുണ്ടായ യാത്ര കേട്ടോ. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയൊന്നുമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും രാവിലെ അല്ലേ എണീറ്റതാ, പാപ്പൊക്കെ എണീറ്റിരിക്കുന്നേ ഉള്ളൂ. സെറ്റായിട്ടിരിക്കുന്നത്. പാപ്പൻ്റെ ടോയ് ഒക്കെ ഉണ്ട് കയ്യിൽ. ആമീൻ്റെ ഉണ്ടാവുമല്ലോ, റാബിറ്റ്. അപ്പം ഇനി രണ്ടുപേരും കുറച്ച് നേരം ഇങ്ങനെ ചിലപ്പോൾ ഒരു ഉറക്കം വന്നാൽ ഉറങ്ങുകയൊക്കെ ചെയ്യും അല്ലേ, അങ്ങനെ. അപ്പോൾ ഫൈനലി അതെ ടൗണിലെത്തുന്നു. ഓക്കെ. അപ്പം നമ്മൾ ബത്തേരി എത്തിയോ? ബത്തേരി എത്തി. സുഡിയോൻ്റെ ഒക്കെ അവിടെ എത്തി. നമ്മളിനി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് അവിടെ. ഡീസൽ ഡീസൽ പെട്രോൾ നല്ല പറയാം. അതെ. ഇനി പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ ഉള്ള എന്താ പ്രിൻസിപ്പൽ അക്ഷരയിലുള്ള LKG UKG pre-KG ഒക്കെ പഠിച്ച സമയത്ത് ഉള്ള ആലോചിച്ച് പറയണോ? അത് ഓർമ്മയില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ പോയിട്ടുള്ള ഇവിടെ അല്ലാതെ പ്രിൻസിപ്പളാണോ? അവിടുത്തെ പ്രിൻസിപ്പള് മധു ആൻറ്റിയും മധു അങ്കിളും ഞങ്ങൾ കണ്ടു. ഞാൻ പോയി സംസാരിച്ചു. ബാബുഷ്, എന്താ വേണ്ടത്? ഓർഡർ ചെയ്യുന്ന സമയത്ത് ഉമ്മ വെക്കുന്ന പാപ്പു. ഉറക്കം മതിയായിട്ടുണ്ടാവില്ല. റെഡി ആയില്ല. അപ്പൊ വേറെ വാങ്ങിത്തരാം. പാപ്പുനപ്പം വേണം. ഇലപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മള് പൈസയും പോയത്. അപ്പൊ നമ്മളിവിടെ ബ്ലോക്കിലാണ് കേട്ടോ, ചെറിയൊരു ബ്ലോക്കുണ്ട്. അപ്പനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് കാണിക്കാം. ഇന്ന് അപ്പൊ ഉറക്കമൊന്നും ശരിയാവാത്തോണ്ട് ഒരു ക്ഷീണം ഉണ്ടെന്നല്ലേ പാപ്പു? പാപ്പു എന്തൊക്കെയാ ഇപ്പൊ ചെയ്ത്? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു, പിന്നെ ബ്ലഷ് ചെയ്തു. ആമയതവിടെ അങ്ങനെ പാപ്പു സ്വന്തമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുവരെ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ പാപ്പുന്? നല്ലായിരുന്നോ? പാപ്പുന് ഇഷ്ടപ്പെട്ടു. ഇഡ്ഡലി കഴിച്ചു അല്ലേ? കുട്ടി കുട്ടി ഇഡ്ഡലി, കുഞ്ഞിഡ്ഡലി, ചോട്ട ചോട്ട ഇഡ്ഡലി കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോ നമ്മള് പോവാണ് കേട്ടോ. വയറ് ഫുള്ളായി. അപ്പൊ ഇനി നമ്മള് പതുക്കെ അങ്ങനെ പോവാട്ടോ. പതുക്കെ പോയി പോയി പോയി. എവിടെയാ നമ്മള് പോണേ? പോയി 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 ഫോറം മാളിൽ പോവാണ്. ആമിക്കുട്ടി ബാക്കിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആമയ്ക്ക് കുറെ പരിപാടി ഉണ്ട് കേട്ടോ. ആമീന്റെ ക്രോഷ്യ സാധനങ്ങളൊക്കെ നോക്കണം. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടുമെന്നൊന്നും അതെ നമുക്ക് അറിയില്ല അല്ലേ പാപ്പു? അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ ഫോറം മാളിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ ഫോറം മാളിലാട്ടുള്ള ഇത് നമുക്ക് എന്റെ ആമ ഉണ്ടാക്കിയിട്ടുള്ള ബോയാണ് അല്ലേ? ക്രഞ്ചി. സോറി, ആമ എന്നെ ഞെട്ടിച്ചു. നാസി വരുന്നുണ്ട് അവിടെ നിന്ന് ദൂരെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. ആമ ഇങ്ങോട്ട് വാ, അപ്പൊ വരും.
എന്താ പാപ്പു? റോബോ വേൾഡ് പറയുന്ന ഡൈനാസോർ കാണുന്ന ഒരു സംഭവം. അതിന് അതൊക്കെ വേണം, അതൊക്കെ കാണണം. റോബോ വേൾഡ് ഒന്നും തന്നെ. ഫുൾ ചോക്ലേറ്റ്. അത് പൊന്തൂല. എന്താ പാപ്പു? എനിക്കിത് കണ്ടോ, ഓരോ ആനിമൽസ് കാണാൻ പറ്റുന്നുണ്ട്. ആണോ? അവിടെ ആമയും അപ്പയും വേറെ എന്തോ സാധനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മോളിൽ നിന്നൊക്കെ ഇറങ്ങിട്ടോ. ഇനി നമ്മള് കഫേയിലേക്ക് പോവാണ്. ഏതായിരുന്നു കഫേന്റെ പേര്? ലെവൻ. ലീവൻ. ലെവൻ. ലെവൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ലെവൻ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇത് നമ്മൾ അധികം കാണാത്തൊരു സ്ഥലം കേട്ടോ. നമ്മൾ മൈസൂര് വരുമ്പോ. മൈസൂർ ടൗൺ ആണ്. ടൗൺ ആണ് പാപ്പു പറയുന്നത് അല്ലേ പാപ്പു? ടൗൺ. ടൗൺ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 11 മണിക്ക് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് അവിടെ. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യണം. അതിനാണ് ആമി പോകുന്നത് അല്ലേ പാപ്പു? നമുക്ക് ഫസ്റ്റ് പാപ്പുനെ കാണുന്നില്ല. പാപ്പു അവിടെ എവിടേക്ക് വാ? ഓക്കെ. നമ്മൾ പോവാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഈ സമയത്ത് ഹെവി തിരക്കാണ്. നല്ല വെയിലുണ്ടല്ലേ? അടിച്ചു വിട്ടാന്ന്. പാപ്പു നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കണേ ഇഷ്ടം. ഇത് പള്ളിയാണോ? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇവിടുത്തെ അലക്കിടുന്ന സ്ഥലം കേട്ടോ. ഓ, ഇതെന്താ പാപ്പു? ഭാഷ അൽക്കിയ. ഐക്യ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഐക്യ. ഈ ഏരിയയിൽ ഹോട്ടലിലുള്ള സംഭവങ്ങൾ. ഹോട്ടലിലേക്കുള്ള അല്ലേ? ഭംഗിയുള്ള സ്ഥലം അല്ലേ? ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം. ഇതാണ് നമ്മളുടെ കഫേ എത്താനായില്ലേ? എത്താനായില്ല. നമ്മള് കേൾക്കാൻ പറ്റുന്നു. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ മുന്നേ വന്നിട്ടുള്ളത്. ഇവിടെ തിരക്കുണ്ടോ? സ്റ്റേ ചെയ്യണോ? പറഞ്ഞിട്ടുള്ള പറഞ്ഞ ഒരു തിരാമിസ്, തിരാമിസ് പറഞ്ഞു. ഒരു പാസ്റ്റി ചീസ് കേക്ക് ഇവിടുത്തെ സിഗ്നേച്ചർ. ആ, പിന്നെ ഒരു മാംഗോയുടെ ഒരു കോക്കനട്ട് ഡാനിഷ് ഡെസേർട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ മെയിൻ മെനു അവിടെ 12:30 ആവും. പക്ഷെ അത് ഇതാണ്. ഇതാണ്. ഇവർ പക്ഷേ ഓൾറെഡി ഒരു ക്ലൗഡ് കിച്ചൺ ആയിരുന്നു. അവർ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഈ ഡെസേർട്ട്സും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെയാണ് ചെയ്തിട്ടാണ്. നമ്മളിതിന് മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആമയ്ക്കും അപ്പയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അല്ലേ പാപ്പു? പാപ്പുന് ഓർഡർ ചെയ്തിട്ടില്ലേ? ഞാൻ പക്ഷേ ടൂർ പോകാൻ തോന്നില്ല. 2 പോവും. ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാത്തിനും നോ പറയുന്നില്ല. ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് എന്താ പറ്റിയത്? കൂട്ടിൽ കുക്കില്ല.
അതിൻ്റെ ഒരു ഷോർട്ട് കഫേന്ന് ഇറങ്ങിയില്ലേ. ഇനി നമ്മൾ നേരെ എങ്ങോട്ടൊന്നും ഇല്ലാതെ യാത്ര. ഞാൻ പറയട്ടെ. നമ്മള് എന്താണ് ക്യാറ്റ് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ക്യാറ്റ് മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ പോകുന്നൊന്നും അറിയില്ല, കാരണം അവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അതെ, അപ്പം കണ്ടതിൽ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നല്ല പ്ലാന്റും ഇവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആട്ടോ. കുറേ സാധനങ്ങൾ ഇവിടെ നിലത്തുണ്ട്. അതെ, ഞങ്ങൾ വരികയാണ്. കയറിക്കോ മാമി, കയറിക്കോ. മനുഷ്യന്മാരുകളെ വേഗം. അപ്പൊ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ, മൈസൂരുള്ള. കഫേന്ന് മാക്കൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയതാ. നമുക്ക് ഇങ്ങനത്തെ ബാംഗ്ലൂരും മൈസൂരും കൊച്ചിയിലൊക്കെ പോയാല് അതെ, നല്ല കുറഞ്ഞ സ്പേസിൽ നല്ല അടിപൊളിയായിട്ട് ചെറിയ മിനിമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ വീട് ചെയ്തതുണ്ടല്ലോ. അതൊരു വലിയൊരു ക്രേസാണ്. അത് കാണുക, അതുപോലെ അത് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് ഇഷ്ടമാട്ടോ. ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ശരിക്കും നമ്മളൊരു ഗോവ വൈബ് ഇൻ മൈസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു. അത് പക്കാ ഗോവ വൈബല്ല, ആ രീതിയിലുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വേറൊരു ലൈൻ എടുത്ത സമയത്ത് ഇവിടെ കൂടുതലും യോഗ പരിപാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഫോറിനേഴ്സും എല്ലാവരും ഒക്കെ ഉള്ള ഒരു ഏരിയ. അപ്പൊ അതിന്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ കുറെ ചെറിയ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ വീടുകളൊക്കെ അത്യാവശ്യം റിനോവേറ്റ് ഒക്കെ ചെയ്ത് എല്ലാത്തിലും നല്ല എന്താ പറയാ, അടുത്തടുത്താണ് എല്ലാ വീടുകളും ഉള്ളത്. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല റെസിഡൻഷ്യൽ ഏരിയ അല്ലേ, ഭയങ്കര രസമുണ്ട്. അതൊക്കെ എന്ത് ഫീലാന്ന് കണ്ടത്. ചെറിയ സ്പേസ് ആണ്, സ്ക്വയർ ഫീറ്റ് പറയാനൊന്നും ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഭയങ്കര സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ. വലിയ വീടുകളും ഉണ്ട്, കൂടുതലും ചെറുതാണ്. ഇത് നോക്കിയേ, ഇപ്പൊ ബോധി എന്ന് പറഞ്ഞ നമ്മളെ കണ്ട് നല്ല രസമുണ്ടല്ലേ അതിന്റെ പാർക്കിംഗ് തുറന്നത് തന്നെ അതിന്റെ പാർക്കിങ്ങിലേക്ക്. അതെ, ആ ഒരു അതിന്റെ ഓൾ തന്നെ ഒരു മതില് ഇങ്ങനെ കൊടുത്തു തന്നെ എന്തിനാ വെച്ചാൽ പാർക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടില്ലേ, സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇന്ത്യൻ ക്രാഫ്റ്റ് ഹൗസ് ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഈ ഫോറിനേഴ്സ് വരുമല്ലോ, അവർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ഒക്കെ കാണുമ്പോ വാങ്ങുമല്ലോ, നല്ല വിലയായിരിക്കും. കാരണം അവർക്ക് ഈ നമ്മൾ ഈ മുളയിലും വുഡിലും ഒക്കെ ചെയ്തതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. നല്ല ഭംഗിയുള്ള ഇത് എന്റെ അടുത്ത് നിന്ന് നിനക്ക് കിട്ടിയെന്നല്ല, നിനക്കും ഇതിനോട് താല്പര്യം ഉണ്ടോ? അതോ നമ്മള് വീടുകൾ ഇഷ്ടം അല്ല, ഒരാള് പറയുന്നോണ്ട് ഓ ഇതല്ല ഭംഗിണ്ടല്ലേ, അത് പറഞ്ഞ നല്ല രസം. മരങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇവിടെ നല്ല സ്ഥലമുണ്ട് കുറെ. ഫുള്ള് പ്ലാന്റുകളാണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല വീടുകളാ. നമുക്ക് ആ ഒരു ഗോവ വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള റീൽ ഉണ്ടല്ലോ, അവിടേക്കൊന്ന് പോയാ ആ റീൽ ഇട്ടത് ഈ റോഡിനെയാണ് പറയുന്നത്, ഈ ഒരു ഏരിയ. ഇതിൽ കുറെ ചെറിയ ചെറിയ എന്താ പറയാ ബൊട്ടീക് സ്റ്റോറുകള്, അതേപോലെ ഈ ക്രാഫ്റ്റിന്റെ ഷോപ്പുകള്, പിന്നെ ചെറിയ സ്പേസിലൊക്കെ കോഫി റോസ്റ്റേഴ്സ് ആയിട്ടുള്ള കഫേകള്, ഇതൊക്കെയാണ് ഈ ഒരു ഏരിയന്റെ ഒരു ഇത്. അത് കണ്ടിട്ടാണ് ഇവന്മാര് പറഞ്ഞ ഇവിടെ ഈ ഏരിയയിലൊക്കെ ചിലപ്പം ഫോറിനേഴ്സ് ഒക്കെ കൂടുതലും താമസിക്കുന്ന ഈ സൈഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കുറെ ഫോറിനേഴ്സിനെ കണ്ടു കേട്ടോ. ഈ ഒരു ഏരിയയിൽ കൂടുതലുണ്ട്. ഈ ഏരിയയിൽ നമ്മുടെ സാപ്പ ഈ ഏരിയ തന്നെ. ഇപ്രാവശ്യം നമ്മൾ സാപ്പയിൽ പോയില്ല കേട്ടോ. സാപ്പ പിന്നെ എപ്പോഴും പോയി ഒരേ സ്ഥലത്ത് തന്നെ പോയി ട്രൈ ചെയ്യുന്നതിനോട് സാപ്പ വലിയൊരു ഹൈപ്പ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വലിയ ഹൈപ്പ്. ഫസ്റ്റിലൊക്കെ നമുക്ക് ഓക്കെ ആവും, ഇപ്പൊ പിന്നെ അങ്ങനെ വലിയ അങ്ങനെ തോന്നാറില്ല. കണ്ടോ ഒരു കഫേ ഉണ്ടോ, നേച്ചേഴ്സ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ കഫേ. ചെറിയ ചെറിയ ഇങ്ങനത്തെ ശരി അങ്ങനത്തെ നമ്മള് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ വൈകുന്നേരം ആകുമ്പോഴത്തേനും ലൈവ് ആവുന്ന ചെറിയൊരു ഏരിയ ആണ് ഈ വെസ്റ്റേൺ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള. എന്ത് രസമുള്ള
അത്രയും ചെറിയ സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ നല്ല ഭംഗി വീടുകളാട്ടോ. ചെയ്തോണ്ടിരിക്കണ റീഡ്, റിട്ടേൺ ആൻഡ് റീഫിൽ. ആ, വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുക. ബുക്സ് വെച്ചിട്ടുണ്ട്, വായിക്കുക, എന്നിട്ട് റിട്ടേൺ ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അവിടെ വെക്കുക, അതൊരു ഡൊണേറ്റ് ചെയ്യാം. നല്ല അതിന് വേണ്ടിട്ട് ഒരു കൗണ്ടർ. അങ്ങനെ വായിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ബുക്സും കിട്ടുമല്ലോ ആ സമയത്ത്. എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ്. ഏയ് അതും ഇല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. ഇതൊക്കെ ഉണ്ടോ അവര് കാണിച്ചൊരു വീഡിയോ? ഇതില് അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് മെയിൻ ആയിട്ടുള്ള ഈ കഫേകളും ഇങ്ങനത്തെ ആർട്ട് ഷോപ്പുകളൊക്കെ ഉള്ളത് മാത്രം എടുത്തിട്ടിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ള ഫീൽ. ഇതൊക്കെ ഉണ്ടോ ഒരു ഓർഗാനിക് കഫേ? ഇതൊക്കെ നല്ല കഫേ ആണ്. ഈ എർത്തി ഫീലിന് വേറെ തന്നെ ഒരു വൈബാണ്, അതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ ക്രാഫ്റ്റഡ് സ്റ്റേ, അതൊക്കെ സ്റ്റേന്റെ കേട്ടോ. ആമി യാണ് അന്വേഷിച്ച് അവസാനം യാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ക്രാഫ്റ്റിനായിട്ടുള്ള ഒരു ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. മൈസൂർ തന്നെയല്ലേ കേട്ടോ. നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. നിനക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതാ ബാക്കിലൊക്കെ ഉണ്ടാമി. ഓ, ആമീൻ്റെ ടൂറ് സമാധാനായി. നോക്കിയാ ഇനി ഒന്നും കിട്ടിയില്ലല്ലോ വേണ്ടല്ലോ, ഭക്ഷണം ഇല്ലല്ലോ വേണ്ടല്ലോ കുട്ടിക്ക്. എൻ്റെ പാപ്പുനോ ഒന്നുമില്ല. ഓ, ഇത് ഗമി, ഇത് നിനക്ക് ക്ലേ വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇത് നോക്കിനാ സ്വീറ്റ് ഹോം നമുക്ക് ഉണ്ടാക്കാറുണ്ട് സ്ഥലം. ഇങ്ങനെ ഉണ്ടാക്കാറ്, ഇത് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാറ്. അവര് കാണാൻ പറയട്ടെ, ഒരു ബക്കറ്റ് കിട്ടും. ബക്കറ്റല്ല, നീ നോക്ക്, വേണ്ടത് മാത്രം. നീ എല്ലാം എടുത്താ അമ്മി, അപ്പൊ എല്ലാം വാങ്ങിച്ചു തരും. എല്ലാം വാങ്ങിച്ചു തരും, നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു തരും. അപ്പൊ എല്ലാം വാങ്ങിച്ചോളാൻ പറയും. ഓ, കുറേ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇതുണ്ടോ അമ്മി? അടിപൊളി. വേണ്ട കളേഴ്സ് ഒക്കെ നോക്കി. നിനക്ക് ഈ ത്രെഡ് തന്നെയാണോ വേണ്ടത്? ആ, ഇതിന്റെ ത്രെഡും നല്ലതാണ് കേട്ടോ. എന്താ ഉള്ളേ? ഓ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമുക്ക് ഇത് ഈ ഒരു ഇത് നല്ലല്ലേ. ആ, ഇതിന് എത്ര പൈസ പറഞ്ഞാവോ? എല്ലാത്തിനും 50% ക്ലിയറൻസ് ആണ്. 249. അപ്പൊ അതിന്റെ നേരെ ഇത് എടുക്കുന്നോ? എന്ത് ചെയ്യാനാ? നമുക്ക് ചെടി അടുത്തോ ജീവിതം എടുത്തോ? ജീവിതം എടുത്തോ. ഇതുകൊണ്ട് നിനക്ക് താങ്ങാൻ പറ്റുമോ? എനിക്ക് അത്രയല്ലേ വെയിട്ടുള്ളൂ. ഇത് രസമുണ്ട്. ഇത് മറ്റേ ചെടി ഇതേപോലെ ചെയ്യുന്ന സാധനല്ലേ? ഇതാ ഇതേപോലെ ചെയ്യണതാണ്. ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നവർക്ക് പറ്റിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇതാ ഇങ്ങനത്തെ കുറേ ബീഡ്സ് വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് കളർ ബ്രഷുകളുണ്ട് കേട്ടോ. നല്ല ഒരുപാട് മോഡലായിട്ടുള്ള അല്ലേ ആമി? ഇഷ്ടംപോലെ ബ്രഷുകളൊക്കെ വരുന്ന ഏരിയ അതാ. ഓക്കെ. പിന്നെ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് ഡ്രോയിങ്സിൻ്റെ. ഇപ്പോൾ ഇവിടെ ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങണ്ടോ? ഓക്കെ. ക്രാഫ്റ്റ് ഐഡിയാസും നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നോർമൽ പേപ്പറാണ്. പേപ്പർ വെച്ചാൽ കുറച്ച് കട്ടിയിൽ. ഇത് ഗ്ലിറ്റർ പേപ്പറാണ്. ഓ, ഗ്ലിറ്റർ വെച്ച് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ ഇവിടെ? ഇത് കണ്ടോ, അത് തുണിയാണ്. ഓ ഓ, ക്രാഫ്റ്റിൻ്റെ ഒരു വേൾഡാണ് കേട്ടോ അത്. ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ചെയ്ത് കാണാൻ. ഇതൊക്കെ നമുക്ക് ചെയ്യണം. ആ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ്, അതെ, ഇഷ്ടം പോലെ സാധനം. നമുക്ക് ഇവിടെ നിന്ന് വരാനേ തോന്നില്ല. ഇവിടെ കുറേ സ്റ്റിക്കർ കളക്ഷൻസ് ഉണ്ട്. എന്താ ഇവിടെ പ്രത്യേകം? ഓ, ഫ്ലവേഴ്സ്, വിന്റേജ് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്.
പിന്നെ കുറേ ഇതേപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളുണ്ട്, സ്റ്റെൻസിൽസ് ഉണ്ട്. പിന്നെ കാണിച്ചു തരാൻ വയ്യ അത്രയും സാധനങ്ങളുണ്ട്. അതെ, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരിക്കും ക്രോഷ്യ ഉണ്ട്. റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇതിന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമുക്ക് ചൂടായിട്ട് കഴിക്കും, ഒന്ന് നമുക്ക് തണുപ്പ് AC-ലാണ്. നല്ല രസമുള്ള സ്ഥലം. ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. മഞ്ചൂരിയൻ അല്ലേ. നമ്മളൊരു വെജ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സൗത്ത് ഇന്ത്യൻ കൂട്ടം. പാപ്പുന് വിശക്കുണ്ടോ? ഇതിൻ്റെ കൂടെ റൈസ് ഉണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഇതിനെന്താ പറയുക, പോളിയോ. ഇത് പൂരി, ഇത് ബോളി. ഇതൊക്കെ കേട്ടോ സൗത്ത് ഇന്ത്യൻ മീനിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പം ഞാനതൊന്നും കഴിക്കാത്തതുകൊണ്ട് റൈസ്, പിന്നെ ഇത് ചമ്മന്തി, തൈര്, സാധനം അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോകും. ഞങ്ങളെ വന്നിട്ടില്ല, ഞങ്ങളുടെ ഇത് മാത്രമാണ്. വെജ് അല്ലേ, വെജ് ബിരിയാണി അല്ലേ ഞങ്ങളത്. ഇതെല്ലാം തരാം. സാമ്പാർ രസം കിട്ടുന്നത് രസം വേണ്ട, കുറച്ച് വെച്ച് വേണം. കുറച്ച് കഴിക്കണം, ഇത് കുറച്ച് കഴിക്കാം. സാമ്പാർ ഇത് കഴിച്ചാൽ നമ്മൾ പാക്കില്ല. കഴിയട്ടെ. നമ്മൾ പാൽബായൊക്കെ തിന്നില്ലേ, അതിൻ്റെ കാര്യം നമ്മളിവിടെ ക്യാറ്റ് മ്യൂസിയത്തിൽ വന്നതാണ്. മൈസൂർ ക്യാറ്റ് മ്യൂസിയം അല്ലേ. നമ്മൾക്ക് കറക്റ്റ് അറിയില്ല എന്താണ് സംഭവം. നമ്മൾ വെറുതെ റിവ്യൂസ് കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് കയറി നോക്കാണ്. കുട്ടികൾക്ക് 70 റുപ്പീസും എന്താണ് അഡൽട്സിന് 100 റുപ്പീസും. നമുക്ക് പോയി നോക്കാം. എല്ലാരും ഉറങ്ങാണ്. വലിയ പൂച്ചയല്ലേ. പപ്പൂച്ച കണ്ടോ? ഓ, ഇവിടെ ഉണ്ട് ബംഗാളി പൂച്ചകള്. ഇതിനെന്താ പറയാ, ബംഗാൾ അല്ലേ. അവിടെ ഇതിന് ഇരിക്കാൻ ഊഞ്ഞാൽ പോലെയൊക്കെ ഉണ്ട് അല്ലേ. കൊറേ ആൾക്കാർ എല്ലാരും ഉറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. അവര് കളിക്കുന്ന ടോയ് ഒക്കെ കണ്ടോ പാപ്പു? കൊറേ വെറൈറ്റി ആയിട്ടുള്ള പൂച്ചകളുണ്ട് അല്ലേ. പക്ഷെ അതിന്റെ ഹിസ്റ്ററി ആണ്. പൂച്ച ഹിസ്റ്ററികളൊക്കെ ഉണ്ട് കേട്ടോ. ആ, നല്ല രസം. ടോം ആൻഡ് ജെറിന്റെ ഇതൊക്കെ ഉണ്ട്. ആ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ടോക്കിംഗ് ടോം ഉണ്ട്. കുറേ പൂച്ചേൻ്റെ കുറേ കാര്യങ്ങളാട്ടോ. പൂച്ചേനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എത്ര ടൈപ്പ് ഉണ്ട്. ആ, ഹലോ കിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ. ആ, ഇതെന്തായിരുന്നു അമ്മി? ഇതിനെന്തോ പറയുന്നല്ലോ, ഗെയിമിലൊക്കെ കാണുന്നെന്തോ സംഭവം അല്ലേ. യോഗി ആൻഡ് കോക്രോച്ച് എന്നുള്ള ഒരു ഇതില്ലേ കാർട്ടൂൺ, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ, വാവ് അടിപൊളി. നല്ല രസമായിട്ടുണ്ടല്ലേ പാപ്പു. പറഞ്ഞുണ്ടല്ലേ ഇങ്ങനെ തൊടുമ്പോൾ. ഓ, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഓ, ഇത് നോക്കടാ, ക്യാറ്റിൻ്റെ കുറേ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, പാപ്പുവാ. വാട്ട് ഈസ് എ ക്യാറ്റ്, എന്താണ് ക്യാറ്റ് എന്നൊക്കെയുള്ള എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഫുൾ ക്യാറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും. വാവ് അടിപൊളിയുണ്ട്. ഇതാണ് ക്യാറ്റ് മ്യൂസിയം ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് ക്യാറ്റ് ഹിസ്റ്ററി ഉണ്ട്. വാവ് അടിപൊളി. നമ്മളെങ്ങനെയാണ് കുറെ കളർഫുൾ ആയിട്ടുള്ള, നമ്മളുടെ ഐ കൊണ്ട് എങ്ങനെയാണ് കാണുന്നതെന്നും പൂച്ചേൻ്റെ ഐ കൊണ്ട് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. ഇത് നമ്മളുടെ ഐ കൊണ്ട്, ഓക്കെ, പൂച്ചയുടെ ഐ എങ്ങനെയാണ് കാണുന്നത്. ക്യാറ്റ് വിഷൻ കാണിച്ചു തരാം. അതാണ് പൂച്ചയുടെ ഐ. നമ്മളുടേത് ഇതാ. ഓ, കളർ വ്യത്യാസമുണ്ട് അല്ലേ. ഇതാ ഹ്യൂമൻ വിഷൻസ്. ഇതുണ്ടോ, അവരുടെ ലൈറ്റ് കളർ. ക്യാറ്റ് വിഷനും ഹ്യൂമൻ വിഷനും രണ്ടും
അതിന് ഡിഫറൻസ് ഒക്കെ പറയണേണ് കേട്ടോ. അത് ഇവിടെയൊക്കെ കുറേ ക്യാറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് ഇവിടെ വന്നാൽ മതി. അത് അടിപൊളിയായിട്ടല്ലേ? അടിപൊളി പ്ലേസ് കേട്ടോ. ഉണ്ടോ? നോക്ക് 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 നോക്ക്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി 1 ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്. പാപ്പു എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ. നമ്മളെ എന്തായിരുന്നു കിളിഞ്ഞാവിലൊക്കെ വീടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ മാറ്റി. വെള്ളം മൊത്തമായി, അതും ഞങ്ങൾ സെറ്റാക്കി. പിന്നെ ഇതാ കുറേ മൾബറി ഒക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മൾബറി ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല വലുതല്ലേ. ജാബോട്ടിക്കാബയും തക്കാളി എല്ലാം കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.